നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോകത്ത് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ലോക ജനത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു നെറികെട്ടവനെ കൊന്നു തള്ളി എന്ന് ഇസ്രയേലിനെതിരെ ഇറാൻ ഏറ്റവും കൂടുതൽ ശക്തമായ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിനെ എന്തുകൊണ്ട് ഇസ്രയേൽ തള്ളിക്കളയുന്നില്ല? ഏറ്റവും ഒടുവിൽ ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിനെ അഭിസംബോധന ചെയ്യുന്ന യോഗത്തിൽ എന്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യക്ഷപ്പെടുന്നില്ല? നെതന്യാഹു ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നവർ അനേകമാണ്. അതിന് കാരണമാകുന്നത്, നെതന്യാഹു കൊല്ലപ്പെടുകയാണെങ്കിൽ അതൊരു യുഗത്തിൻ്റെ അന്ത്യമാണ്. കൃത്യമായി പറഞ്ഞാൽ ഫലസ്തീനിലും അതുപോലെ ഫലസ്തീനകത്തുള്ള ഗാസയിലും സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരാൻ അതൊരു വഴിത്തിരിവാകും എന്ന് കരുതുന്നവർ നിരവധിയാണ്. ഇറാൻ അങ്ങനെ സാധിച്ചുവെങ്കിൽ അമേരിക്കയുടെയും പാശ്ചാത്യ ലോകത്തിൻ്റെയും ഒക്കെ നെറികെട്ട നയങ്ങൾക്കെതിരെ ഇറാൻ പോരാട്ട വീര്യം തുടരുന്നു. അല്ലെങ്കിൽ ഇറാനെ ലോകം എന്തുകൊണ്ട്, അല്ലെങ്കിൽ ലോകത്തുള്ള അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾ എന്തുകൊണ്ട് ഭയക്കുന്നു എന്നതിൻ്റെ വളരെ ലളിതമായ കാരണമായി നമുക്ക് പറയാം. നോക്കൂ, ലോകത്തുള്ള പല സാമ്രാജ്യത്വ ശക്തികൾ അവരെല്ലാം കൂടി ഒറ്റ കെട്ടായി നിന്നുകൊണ്ട് ഇറാനെതിരെ ആക്രമണവും പോർമുഖവും തെളിയിക്കുമ്പോൾ ഇറാന് ചുരുക്കം ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് കലവറയില്ലാത്ത പിന്തുണ നൽകുന്നത്. നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ നാണക്കേടായി കണക്കാക്കാൻ കഴിയും. ആയത്തുള്ള അലി ഖമനി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിച്ചു അട്ടഹസിച്ച് നടക്കുന്ന ഇസ്രയേലുകൾക്ക്, ഇസ്രയേലിന് വേണ്ടി കുഴലൂതുന്നവർക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിരിക്കും. ഇത് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഇറാൻ്റെ ചരിത്ര മുന്നേറ്റമായിരിക്കും എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ഇറാൻ ഓരോ ദിവസവും പുറപ്പെടുവിക്കുന്ന വാർത്തകൾ അത് ഇസ്രയേലിനെയും അമേരിക്കയും ഒരുപോലെ നടക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ എണ്ണ ശേഖരണം മുഴുവൻ തങ്ങൾ ആക്രമിക്കും, അയൽ രാജ്യങ്ങളിൽ നിന്നും ഭീഷണിപ്പെടുത്തിയും ഗുണ്ടായുസം കാണിച്ചും തിണ്ണമെടുക്ക് കാണിച്ചും ഊറ്റിയെടുത്ത എണ്ണയ്ക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വില വട്ടപൂജ്യമാണെന്ന് വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് വശംവദരായി അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് താവളങ്ങളോ എയർബേസിനോ സ്ഥാപിക്കാതെ അമേരിക്കയോട് കാലഘട്ടങ്ങളായി ചെറുത്തു നിൽക്കുന്ന പേർഷ്യ, ഇറാൻ എന്ന രാജ്യം അവരെ കൃത്യമായി നമിക്കേണ്ട സാഹചര്യമാണ്. ഇറാൻ്റെ സൈനിക ശക്തി എന്താണ് എന്നുള്ളത് ഇസ്രയേൽ നല്ലപോലെ അറിയുന്നതാണ്. നെതന്യാഹു പറഞ്ഞത്, ആണവായുധമില്ലാതിരുന്നിട്ടും ഇറാൻ നടത്തുന്ന പോരാട്ട വീര്യം അസാമാന്യം എന്ന് തന്നെയാണ് നെതന്യാഹുവും തുറന്ന് സമ്മതിക്കുന്നത്. ആയത്തുള്ള അലി ഖമനിയുടെ മരണത്തിന് ശേഷം അങ്ങ് ആർത്തട്ടഹസിക്കാൻ ഇസ്രയേലികളുടെ അന്നതാളത്തിലേക്ക് അടിച്ചു കയറ്റി വിട്ടിരിക്കുന്നു 8ൻ്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം.